പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്ന് വളരെ വേദനാജനകമായൊരു വാർത്ത പുറത്തു വന്നു. കോഴിക്കോട് വടകരയിലെ BRC സ്കൂളിലെ കാവ്യ, കീർത്തന, നിഷ്മ എന്ന 3 ടീച്ചർമാരെ ഡ്രഗ്സ് സെയിൽ നടത്തിയതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടു എന്നൊരു വാർത്ത വന്നു. അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടപ്പം സത്യം പറഞ്ഞാൽ നമ്മളുടെ സാംസ്കാരിക അധപ്പതനം എത്രമാത്രം ആഴത്തിലെത്തിയിരിക്കുന്നു എന്ന് തോന്നിപ്പോയ ഒരു സംഭവമാണത്. ഞാൻ സൈറ പൈലിൻ എന്ന് പറഞ്ഞ അലാസ്ക ഗവർണറായിരുന്ന സൈറ പൈലിൻ പിന്നീട് 2008 അവർ അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിച്ചു. അന്ന് അമേരിക്കയുടെ വൈസ് പ്രസിഡൻ്റായിട്ട് മത്സരിച്ചപ്പോൾ അവരുടെ ഒരു പ്രസംഗം ഞാൻ ആ കാലത്ത് കേട്ടത് ഓർക്കാനിടയായി. അന്ന് അവർ പറഞ്ഞത്, I am very proud with my parents because my parents were teachers. My father was a scientific teacher and mother also teacher. And almost my family members are teachers. എന്നവർ പറഞ്ഞു, വളരെ പ്രൗഡായിട്ട് പറഞ്ഞു. ഓൾ ഓഫ് ദം ഈസ് ഹിയർ നൗ. അവർ ആ സ്റ്റേജിൽ പറഞ്ഞ അവർ ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ ഫാദർ ഇവിടെ ഇരിപ്പുണ്ട്, മദർ ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ ടീച്ചേഴ്സ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം തന്നെ ഇവിടെ ഇരിപ്പുണ്ട് എന്ന് വളരെ പ്രൗഡായിട്ട് പറയുകയും അവരത് പറഞ്ഞു തീർന്നപ്പം വളരെ വലിയൊരു കരഘോഷം അവിടെ ഉയർന്നു കേൾക്കുന്നതും ഞാൻ കണ്ടു. അപ്പോൾ ഒരു ടീച്ചർ ഫാമിലി എന്ന് പറയുമ്പം എത്രമാത്രം സമൂഹത്തിൽ റെപ്യൂട്ടഡ് ആണ് എന്ന് നമുക്ക് മനസ്സിലാകും. ഇന്നലെ 35 പുതിയ ലോ കോളേജ് ടീച്ചർമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്, ഞങ്ങളൊക്കെ ഈ അധികാര കസേരയിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങളെ ബഹുമാനിക്കുന്നത്, ജനങ്ങൾ ബഹുമാനിക്കുന്നത്. അധികാരം വിട്ടാൽ പിന്നെ ഞങ്ങളെ ആരും ബഹുമാനിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ അത് അല്പം കാര്യമുണ്ടെങ്കിലും എന്നാൽ നിങ്ങൾ ടീച്ചർമാർ അങ്ങനെയല്ല. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്നാലും ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഓടി വന്ന് നിങ്ങളോട് പറയും, ടീച്ചർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ടീച്ചർ എന്നെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞ് ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഓടി വരും. ഞാൻ പല ടീച്ചർമാരും ഇവിടെ വന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ UK നാട്ടിൽ നിന്ന് വന്ന ടീച്ചർമാർ പലരും അധ്യാപകരായിട്ടുള്ളത്. അവരെല്ലാം അതിൽ 1-2 ആളുകൾ എൻ്റെ വീട്ടിൽ താമസിച്ചു. പ്രത്യേകിച്ച് പ്രൊഫസർ TJ ജോസഫ് സാറൊക്കെ. അവരൊക്കെ വന്ന് താമസിക്കുമ്പം ഇദ്ദേഹം എവിടെയാണ് താമസിക്കുന്നത്, അവരെന്നെ പഠിപ്പിച്ചിട്ടാണ്, എനിക്ക് സാറിനെ കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ് ഒത്തിരി പേരെന്നെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ നമ്പർ മേടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പല അധ്യാപകരും, നമ്മുടെ പടവങ്ങ സ്കൂളിലെ ഒരു ഹെഡ് ടീച്ചർ ഇവിടെ വന്ന് താമസിച്ചു. അപ്പം അവിടെ വന്ന് താമസിച്ചു എൻ്റെ ഭാര്യയുടെ ആങ്ങളെയായിരുന്നു. അപ്പം അവരിവിടെ വന്ന് താമസിച്ചപ്പോൾ, അദ്ദേഹം ഇവിടെ വന്ന് താമസിച്ചപ്പം ഒത്തിരി ആളുകൾ ഫോൺ ചെയ്ത് ചോദിച്ചു, ഇപ്പോൾ എവിടെയാണ് സാറിനെ കാണാൻ എന്നാ മാർഗം. പലരും ഫോണിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എവിടെ ചെന്നാലും ബഹുമാനം കിട്ടുന്ന ഒരു പ്രൊഫഷനാണ്, ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ കുട്ടികൾക്ക് മുഴുവൻ മാതൃകയാകുന്ന, കുട്ടികളെ മുഴുവൻ ഒരു സമൂഹത്തെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിൽ ഏറ്റവും നിർണായകമായി ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഈ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞത്. അവരിങ്ങനെ മോശക്കാരാകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു MDMA കേസിലൊക്കെ പ്രതിയാകുക എന്ന് പറയുന്നത് എത്രയോ ദയനീയമാണ്. അവരെ ഈ കേസിലേക്ക് എത്താൻ കാരണം റിസ്വാൻ എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തതിൽ നിന്നാണ് ഇവരിലേക്ക് ഇവരെത്തിയത്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം വന്ന് ആ പണം വരുന്നതനുസരിച്ച് എവിടെയാണോ ഈ ഡ്രഗ് ഇരിക്കുന്നത് അവിടുത്തെ ലൊക്കേഷൻ മാപ്പ് കൊടുത്ത് അവിടെ പോയി ആളെടുക്കുക, ആരുമായിട്ട് ബന്ധപ്പെടാതെ, ആരുമായിട്ട് മുഖപരിചയമില്ലാതെ നടക്കുന്നൊരു ബിസിനസ്സായിരുന്നു അത്. അപ്പോൾ ഈ റിസ്വാൻ ഏതെങ്കിലും തരത്തിൽ ഈ ടീച്ചർമാരെ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്തുന്ന രീതിയിൽ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ വീഡിയോസോ മറ്റെന്തെങ്കിലും എടുത്ത് ഇവരെ ഈ തരത്തിൽ ട്രാപ്പിൽ വീഴ്ചയാണോ എന്ന് ആദ്യം അന്വേഷിക്കേണ്ടതുണ്ട്. പണമോഹം കൊണ്ടാണോ ഇവർ പോയത്, അതോ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു വളരെ വേദനാജനകമായ കാര്യമാണ്. അപ്പം ഈ ടീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പെഡഗോഗ് എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡ് രൂപപ്പെട്ടുള്ളത്. ഈ പെഡഗോഗ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കെയർ എന്ന് പറഞ്ഞാൽ പെഡഗോഗ് എന്ന ഈ ഗ്രീക്ക് വേർഡിൽ നിന്ന് എഡ്യൂക്കെയർ എന്ന് പറഞ്ഞാൽ എന്ന ലാറ്റിൻ വേർഡ് രൂപപ്പെട്ടു. ആ എഡ്യൂക്കെയർ എന്ന് പറഞ്ഞാൽ ലാറ്റിൻ വേർഡിൽ നിന്നാണ് പിന്നീട് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വേർഡ് രൂപപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഒന്ന്, ഈ പെഡഗോഗ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം
അത് ഉള്ളിലോട്ട് എടുക്കുക എന്നുള്ളതാണ്. എടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് പുറത്തേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ ചുറ്റുപാടും കാണുന്ന അറിവുകളിൽ നിന്ന് ആ അറിവുകളിൽ നിന്ന് ഉള്ളിലേക്ക് എടുക്കാനും അതോടൊപ്പം പുറത്തേക്ക് കൊടുക്കാനും കഴിയുന്ന ആളുകളെയാണ് ഈ അധ്യാപകർ എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ ഉള്ളിലോട്ട് എടുക്കുകയും പുറത്തേക്ക് നൽകുകയും ചെയ്തുകൊണ്ട് ഈ സമൂഹത്തിന് ദിശാബോധം നൽകുന്ന ആളുകളെയാണ് നമ്മൾ ഈ പറയുന്ന അധ്യാപകർ എന്ന്. ഒരു കാലത്ത് ഇവരുടെ ഒരു അധ്യാപകരുടെ ഒരു പ്രാധാന്യത്തെപ്പറ്റി എനിക്ക് തോന്നുന്നു മനോരമയിലാണെന്ന് എനിക്ക് തോന്നുന്നു പണ്ട് ഒരു വാർത്ത വായിച്ച് ഞാൻ ഓർക്കുന്നു. ഈ നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മലയാളി കമ്മ്യൂണിറ്റിയിലെ വിവാഹ കമ്പോളത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വിഭാഗം എന്ന് പറഞ്ഞാൽ ഡോക്ടർ, എൻജിനീയർ, അത് കഴിഞ്ഞ് പിന്നെ ബാങ്ക് ഓഫീസർ, IAS അതിനുശേഷമാണ് IAS IPS പിന്നെ ടീച്ചേഴ്സ് കഴിഞ്ഞാൽ വരുന്ന ഏറ്റവും ഡിമാൻഡുള്ള വിഭാഗം ടീച്ചേഴ്സിൻ്റെ മക്കളാണ്. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ മക്കൾക്ക് സമൂഹത്തിൽ ഈ വിവാഹ കമ്പോളത്തിൽ പോലും വലിയൊരു വിലയുണ്ടായിരുന്നു. ഇത് ഞാൻ പറഞ്ഞാൽ ഇത് മനോരമയിൽ ഒരിക്കൽ പ്രസിദ്ധീകരിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ, ഞാൻ വായിച്ചത്. അപ്പം അങ്ങനെയുള്ള മക്കൾക്ക് പോലും അതിൻ്റെ കാരണം എന്താ? ടീച്ചർമാരുടെ മക്കൾ എന്ന് പറഞ്ഞാൽ അവരൊരു ധാർമ്മികതയുള്ളവരാണ്, അവരൊരു സ്വഭാവ ശുദ്ധിയുള്ളവരാണ്, അവർ മാർഗദർശികളാണ് എന്നൊക്കെയുള്ള ഒരു മനോഭാവം പൊതുസമൂഹത്തിനുള്ളതുകൊണ്ടാണ് അങ്ങനെ അവർക്കൊരു ഡിമാൻഡ് കേരളത്തിലെ ഈ വിവാഹ കമ്പോളത്തിൽ പോലും ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ അധ്യാപകരെന്ന് പറയുന്നത് എപ്പോഴും ഈ ജോലി ആദ്യഘട്ടങ്ങളിൽ ചെയ്തിരുന്ന ക്ലർജീസ് എന്ന് പറഞ്ഞ വിഭാഗമാണ്. അതായത് ഈ പറയുന്ന വൈദികർ എന്ന് പറയുന്ന വിഭാഗങ്ങളുടെ ഒരു കുത്തകയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പം നമുക്കറിയാം സോക്രട്ടീസ് ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹം അറോറ മാർക്കറ്റിൽ ആർക്കോപോളിസ് മലയുടെ താഴെയുള്ള അറോറ മാർക്കറ്റിലാണ് ഈ ആളുകളോട് ചോദ്യങ്ങൾ ചോദിച്ചത്. അതായത് ഒളിമ്പിയൻ ഗ്രീക്ക് സംഘങ്ങളിൽ ജീവിക്കുന്ന ദൈവങ്ങളുടെ അനർത്ഥങ്ങളെപ്പറ്റി അല്ലെങ്കിൽ അവരുടെ അർത്ഥരാഹിത്യത്തെപ്പറ്റി ആ ദൈവങ്ങളുടെ അസ്തിത്വത്തെപ്പറ്റിയാണ് അദ്ദേഹം കൂടുതലും ഈ പറയുന്ന ഏതൻസിലെ ജനങ്ങളോട് ചോദിച്ചത്. ഈ ആർക്കോപോളിസ് മലയും അതിൻ്റെ താഴത്തെ അറോറ മാർക്കറ്റും ഇന്ന് എക്സ്കവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർക്കിയോളജിക്കാരെ എക്സ്കവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പോയി കണ്ടിട്ടുണ്ട്, ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ മനുഷ്യരെ ടീച്ച് ചെയ്യുക, മനുഷ്യരോട് ചോദ്യങ്ങൾ ചോദിക്കുക, അതിലൂടെ മനുഷ്യരെ ജ്ഞാനമുള്ളവരാക്കി, അവരെ അറിവുള്ളവരാക്കി മാറ്റുക എന്നുള്ള പ്രോസസ്സ് എന്നുള്ള ഒരു വലിയ ജോലിയാണ് അധ്യാപകർ ചെയ്യുന്നത്. അങ്ങനെ ലോകത്തിലൊട്ടേറെ ആളുകൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രസിദ്ധരായിട്ടുള്ള 2 പ്രസിഡന്റുമാർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഡോക്ടർ രാധാകൃഷ്ണനും നല്ല അധ്യാപകരായിരുന്നു. അതുപോലെ തന്നെ അധ്യാപകർ ലോകത്തെ ഒട്ടേറെ ആളുകൾ നയിച്ചിട്ടുണ്ട്. ആ അധ്യാപകരുടെ ആ ഒരു ഔന്നത്യം, അവരുടെ ഒരു ജ്ഞാനം അത് ലോകത്തിന് പകർന്നു കൊടുക്കാൻ പല നിലയിലും അവർ എത്തപ്പെട്ടിട്ടുണ്ട്. അധ്യാപകരായിട്ട് ആളുകൾ സിവിൽ സർവീസിൽ വന്നിട്ടുണ്ട്, എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട്, അവർ രാഷ്ട്രീയ അധികാരത്തിൽ വന്നിട്ടുണ്ട്, എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട്. അപ്പം അത്രമാത്രം വലിയ ഒരു പ്രൊഫഷനാണ് ഈ അധ്യാപനം എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മുടെ കേരളത്തിലെ അധ്യാപകർ ജീവിച്ചിരുന്നതെങ്കിലും പിന്നീട് പല ഘട്ടങ്ങളിലായി അവരുടെ സാമ്പത്തിക അന്തരീക്ഷം മാറുകയും അവർക്കൊക്കെ ജീവിക്കാൻ പാകത്തുള്ള ഒരു ശമ്പളം കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യമൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇങ്ങനത്തെ ആളുകൾക്ക് മാതൃകയാകേണ്ട ആളുകൾ ഇത്തരത്തിൽ അധപ്പതിച്ചു പോവുക. വിദ്യ എന്ന് പറയുന്ന മഹത്തായ ഒരു ടൂളാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ വിദ്യാഭ്യാസത്തിൻ്റെ ടൂള് എന്തിനു ഉപയോഗിക്കുന്നു കഴിഞ്ഞാൽ വിസ്ഡത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗമായിട്ടാണ്, അല്ലെങ്കിൽ വിസ്ഡത്തിലേക്ക് പോകുന്ന ഒരു വഴിയായിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസത്തെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ച് വിസ്ഡത്തിലേക്ക് പ്രവേശിക്കുകയും ആ വിസ്ഡത്തിലൂടെ യഥാർത്ഥമായ പ്രശാന്തിയിലേക്ക് അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ഒരു സമാധാനത്തിലേക്ക് നമ്മൾ എത്തപ്പെടാനും വേണ്ടിയുള്ളൊരു വഴിയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ വിദ്യാഭ്യാസത്തെ ഈ തരത്തിൽ ഇങ്ങനെ ആ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ നിൽക്കുന്നവർ, ആ ജോലിയിൽ നിൽക്കുന്നവർ ഇത്തരം വരുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പം എന്ത് സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് നൽകുന്നത് എന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇത്തരം വരുന്ന ടീച്ചർമാർ ഇത്തരം വരുന്ന സാഹചര്യത്തിൽ എത്തപ്പെട്ടതിൻ്റെ സാമൂഹിക സാഹചര്യം എന്താണ്, അതോടൊപ്പം തന്നെ വ്യക്തിപരമായ സാഹചര്യം എന്താണ്, അവരെ ആരെങ്കിലും ഭയപ്പെടുത്തിയിട്ടുണ്ടോ, ഇതെല്ലാം പരിശോധിക്കണം. അതോടൊപ്പം തന്നെ അവർ ഈ ചെയ്ത തെറ്റ് എന്ന് പറയുന്ന മാരകമായ തെറ്റാണ്. അങ്ങനെ ആരും ഭയപ്പെടുത്താതെ പണത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവരത് ചെയ്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഒരു മാരകമായ തെറ്റാണെന്ന് അവർ തിരിച്ചറിയുകയും അത് തിരുത്തുകയും വരും കാല ഭാവിയിൽ ഇത്തരം വരുന്ന സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുകയും നമ്മുടെ കേരളത്തിൽ നിന്നിപ്പം കാണാം 100 കണക്കിന് കിലോ ഈ ഡ്രഗ്സും കഞ്ചാവും ഉൾപ്പെടുന്ന സാധനങ്ങൾ പോലീസ് പിടിച്ചെടുത്ത് കത്തിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ മാരകമായ ഒരു ദുരന്തം നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത്. ഇത് ലോകത്ത് എല്ലാ സ്ഥലത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളെ കുറേ കൂടെ സിവിലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നേരിടുന്ന രീതിയാണ് ഇപ്പോൾ വിദേശത്തൊക്കെ ഉള്ളത്.
അപ്പം ഞാൻ ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ഒരാളാണ്. ഇവിടെ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ആ പ്രശ്നങ്ങളെ ഒരു കുറേ കൂടെ സിവിലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നേരിടുക, ഇങ്ങനെ നിർബന്ധമായ ഒരാളെ കൊണ്ട് ഇത് കഴിപ്പിച്ച് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു തലം ഒഴിവാക്കുന്ന രീതിയൊക്കെ സർക്കാർ ഇടപെടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ ഇത്തരം വരുന്ന ടീച്ചർമാരെ പോലെയുള്ളവർ, അല്ലെങ്കിൽ ഇത്തരം വരുന്ന ബിസിനസ് നടത്തുന്നവർ അത് അവസാനിപ്പിച്ച് നമ്മുടെ സമൂഹത്തിൽ ഒരു നല്ല സമൂഹമാക്കി മാറ്റി തീർക്കാനുള്ള ബാധ്യത ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് ടീച്ചേഴ്സാണ്. അവർ ഇത്തരത്തിൽ അധപ്പതിച്ചതിൽ അതിയായ ദുഃഖം രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അവരെപ്പറ്റി ഇനി അത്തരം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഭരണകൂടവും സമൂഹവും വിജിലൻ്റായി നിൽക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ടോം ജോസ് അടിയമ്പാട്.